ഇന്ന് നമുക്ക് നല്ല അടിപൊളിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു പുളിമുട്ട ഉണ്ടാലോ. പുളിമുട്ടയെന്നോ അല്ലെങ്കിൽ മുട്ടപ്പുളിയെന്നോ ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഏത് പേര് വിളിച്ചാലും സംഭവം സൂപ്പറാണ്. അപ്പം ഇത് നമുക്ക് അധികം ടൈമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ മുട്ട ലവേഴ്സിന് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടി ആദ്യം ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിക്ക് പകരം സവാള പറ്റുമെന്ന് ചോദിച്ചാൽ അതറിയില്ല. ഞാൻ കൊച്ചുള്ളി വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പം കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഞാനൊരു 3 വറ്റൽമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളക് എരിയുള്ള വറ്റൽമുളകായിട്ട് 3 തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എരിയില്ലാത്ത വറ്റൽമുളകാണെങ്കിൽ ഇത് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 എണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നല്ല എരിയുള്ളതാണ്. നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കുക. അതിനുശേഷം നമ്മളൊരു പാനെടുത്ത് പാനൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിലും അല്ലാതെ സൺഫ്ലവർ ഓയിലായാലും മതിയാകും. അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ ഒരു കൊച്ചുള്ളിയും വറ്റൽമുളകിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, ആ കൂട്ടും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതൊന്ന് വഴറ്റി എടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ ആകെ പെരിഞ്ജീരകം മാത്രമേ മസാലാസായിട്ട് എന്ന് വെച്ചാൽ ഗരം മസാല ഐറ്റംസിൽ നമ്മൾ ഈ ഒരു പെരിഞ്ജീരകം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഗരം മസാല പൊടിയോ ചിക്കൻ പൊടിയോ ഒരു പൊടിയോ നമ്മൾ ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മുടെ സാധാ മസാലാസൊക്കെ ഇല്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്ര ഐറ്റംസ് മാത്രം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. അതിനുശേഷം ആണ് നമ്മളിത് നമ്മുടെ മെയിൻ ഐറ്റമായിട്ട് ഒഴിക്കുന്നത് പുളിവെള്ളം. നിങ്ങളുടെ പുളിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുളിവെള്ളം യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിലർക്ക് അധികം പുളി ഇഷ്ടമല്ലെങ്കിൽ പുളിവെള്ളം കുറച്ച് ഒഴിക്കുക. പുളി ഇഷ്ടമുള്ളവർ അതനുസരിച്ചിട്ട് പുളിവെള്ളം ഒഴിക്കുക. നമ്മളുടെ ആവശ്യത്തിന് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒരു ഗ്രേവിക്ക് വേണ്ടി ഒഴിക്കുന്നുണ്ട്. നമുക്കിതിന് അധികം ഗ്രേവി വേണ്ട, എന്നാൽ ഇതൊക്കെ ഒന്ന് കുക്കായി ഇതെല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിക്ക അതുപോലെ തന്നെ ഉള്ള ഒരു ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആകെ നമ്മൾ എക്സ്ട്രാ ഒരു ഗരം മസാല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു പെരിഞ്ജീരകം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മളിതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഒരു 1/4 പരുവം ഒന്ന് കുറുകി വരത്തില്ലേ, അതൊന്ന് തിക്കായി വരത്തില്ലേ ആ ഗ്രേവി, ആ ഒരു ടൈമിലേക്ക് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മളൊന്ന് വരിഞ്ഞു കൊടുക്കുക. നമ്മൾ ഒരു മുട്ട ഒരു 5-6 ലൈൻസെങ്കിലും അതിന് കൊടുക്കുക. അത് കൂടുതൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കുക. എന്നാൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ പുളിയും മസാലാസും എല്ലാം പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അത് വരിഞ്ഞ് ഈ ഒരു രീതിയിൽ മുട്ടയെല്ലാം ഒന്ന് കവർ ചെയ്ത് മുട്ട നന്നായിട്ട് മസാലസൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആവുന്നിടം വരെ നിങ്ങളിതൊന്ന് ഈ ഒരു രീതിയിലാക്കി ഒന്ന് കുറുക്കിയെടുക്കുക. ഇതിന് നമ്മൾ അധികം ഗ്രേവി എടുക്കുന്നില്ല, നമ്മൾ നല്ല ഒരു കുഴമ്പം പരുവത്തിന് തന്നെ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണം എന്നുള്ളവരാണെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കുക. അതല്ലാതെ നല്ല വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അത്രേ. പിന്നെ ഉപ്പ് ഞാൻ ഇതിൽ ഓൾറെഡി ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് സ്കിപ്പായിപ്പോയി. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മുട്ടപ്പുളി സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു ഇതായിട്ട് നമ്മൾ കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഇത് സെറ്റാക്കി എടുക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. വെളിച്ചെണ്ണ ലാസ്റ്റ് കറികളിലൊക്കെ ഒഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുളിമുട്ട അല്ലെങ്കിൽ മുട്ടപ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. ചോറിന് ചപ്പാത്തിക്കൊക്കെ അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയായിരിക്കും. അതും ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പുളിമുട്ടയും കൂടി പുളി ഇഷ്ടമായുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഡിഷ് ഇഷ്ടമാകും. നമുക്ക് അധികം മസാലാസ് ഒന്നും വേണ്ട, അധികം കുക്കിംഗ് ടൈമും ഒന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇതുപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ അതും കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക്